അവൾ എന്താണ് സംഭവിച്ചെന്നറിയാനായിട്ട് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ അവളെ കണ്ടപ്പാടെ തന്നെ പേടിച്ചു പോവുകയാണ്. ഇവളെ കണ്ട് പേടിക്കുന്നതിനാൽ ഇവൾ കരുതിയത് ഇനി അവർക്ക് പൊറുക്കാനാവാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണോ എന്ന് വിചാരിച്ച് എനിക്ക് ഓർമ്മക്കുറവാണ്, എന്താണ് നടന്നതെന്ന് ആദ്യം പറയാനായി പറഞ്ഞു. അവളുടെ പഠിത്തം കഴിഞ്ഞ ഉടനെ അവൾ ഹീറയെ വിവാഹം ചെയ്തു. ഒരു മകനും ജനിച്ചു. പിന്നെ പെട്ടെന്ന് അവളുടെ സ്വഭാവം തന്നെ മാറി. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വലിയ തുക തന്നെ വേറൊരുത്തനുമായി ബിസിനസ് ആരംഭിച്ചു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തു. പക്ഷെ വെറും 6 മാസം കൊണ്ട് തന്നെ ആ ബിസിനസ് പാപ്പരായി. ഹീറോയുടെ കമ്പനി വരെ തകർന്നു പോയി. ഇത് കേട്ടതും അവൾ മരിക്കാനായി പോകുമ്പോൾ അവളുടെ പാരൻസ് ഇതെല്ലാം അവളുടെ അസുഖം കാരണമാണെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം ഹീറോ അവളുടെ അമ്മയെ വിളിച്ച് അവൾ ഓർമ്മക്കുറവ് എങ്ങാനും പറഞ്ഞിരുന്നോ, അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഓരോ കുറുക്ക് വഴിയായിട്ടാണ് വന്നത്, മറ്റവൻ്റെ കൂടെ ഒളിച്ചോടാനായിട്ട് അവൾ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അവളുടെ അഭിനയമാണ് എന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. ശേഷം അവിടെ അങ്കിളുടെ മകളെത്തുന്നു. അപ്പോൾ അവളിൽ നിന്ന് ഒരു പ്രശസ്ത നൃത്തക്കാരിയുടെ ഫെയർവെല്ലാണ് വരാൻ പോകുന്നത് നാളെ രാത്രി. അപ്പോൾ ഫെയർവെൽ ഡേ ആയിട്ട് അവരുടെ അവസാനത്തെ ഡാൻസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ അവൾ പോലും അറിയാതെ ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടിയെന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഇവൾ കരുതും ഷോയ്ക്ക് മുൻകൂട്ടി കിട്ടിയ ടിക്കറ്റ് ആകുമെന്ന് കരുതി ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയ ഉടനെ അവൾ മകനെ കൂട്ടിയിട്ടാകും പോകാം. ഇക്കാര്യം സർവന്റ് ഹീറയെ വിളിച്ച് പറയുമെങ്കിലും ഹീറോ പറയുന്നത് വേറൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവർ മറ്റൊരു ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ്